ഏതേതു തീരങ്ങളിൽ ഉള്ളം കൈ നിൻ കയ്യിൽ ചേരുമ്പോൾ കാലങ്ങൾ പിൻവാങ്ങിയോ കനലായി മാറുന്നു മൗനം ഇനിയില്ല ഈ മണ്ണിലൊന്നും നെഞ്ചോരം നീ മാത്രം ഉയിരേ മരണം മൂലം വേർപെട്ടുപോയ ശാന്ത ടീച്ചറെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പരിപാവനമായ വിശുദ്ധ ബലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് മുഖ്യ കാർമ്മികനായി കൂടെയുള്ളത് ബഹുമാനപ്പെട്ട ജിപി മേക്കപ്പൂർ അച്ഛനാണ്. അച്ഛനേറെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പ്രത്യേകമായി ശാന്ത ടീച്ചർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഹനത്തിൻ്റെ ഏറ്റവും മൂർധന്യമായ മാതൃക നമുക്ക് കാണിച്ചു തന്ന ക്രൈസ്തവ ജീവിതത്തിൽ സഹനം അർത്ഥവത്താണ്, അനുഗ്രഹീതമാണ് എന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ആ ടീച്ചർ കടന്നു പോകുമ്പോൾ നമുക്ക് അവരെ ആത്മാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവിതകാലത്തെ കുറവുകൾക്കും പോരായ്മകൾക്കും അവരനുഭവിച്ച സഹനം പരിഹാരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഈ പാപപരിഹാര ബലിയിൽ നമുക്കൊരുമയോടെ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലിയർപ്പിക്കാം. നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമുടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാ, ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം, പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ, ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പുറത്തതുപോ ഞങ്ങൾക്കുള്ള കടം
ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, മരണം മൂലം വേർപെട്ടു പോയ ഞങ്ങളുടെ സഹോദരർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ നിദ്ര പ്രാപിച്ചവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിന് നവീകരണത്തിൽ രക്ഷിക്കും വേണ്ടി ഈ ദിവ്യ രഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു. ദൈവമേ, എന്നെ നീ കേൾക്കണമേ. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു. നീയാണെൻ മോക്ഷവും പ്രത്യാശയും. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധി, ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. താരനും പുത്രനും കീർത്തന ഗീതികൾ എന്നേരം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പ്രത്യാഗമനവും മരിച്ചവരുടെ ഉയർപ്പും. സഹോദരരെ,
പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതൻ്റെ ശബ്ദമുയരുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. വചനം തിരുവചനം മാനവരക്ഷാവചനം വചനം തിരുവചനം ജീവനേകും വചനം കാതുകളെ ശ്രവിച്ചിടുക പാവന സുവിശേഷം ഹൃദയങ്ങളെ ഒരുങ്ങിടുക വചനത്തെ എതിരേൽക്കാം. ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കാം. ഹല്ലേലൂയ ഗീതം പാടി വാഴ്ത്തിടാം. ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കാം. ഹല്ലേലൂയ ഗീതം പാടി വാഴ്ത്തിടാം. നമുക്ക് ശ്രദ്ധാപൂർവം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. അപ്പോൾ തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? ഈശോ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ ശാന്ത ടീച്ചറിൻ്റെ 1ാം വാർഷികം ആഘോഷിച്ചുകൊണ്ട് ആ ടീച്ചറെ അനുസ്മരിച്ചുകൊണ്ട് അർപ്പിക്കുന്ന ദിവ്യബലിയാണിത്. വികാരിയച്ഛൻ കുർബാനയുടെ ആരംഭത്തിൽ പറഞ്ഞിരുന്നതുപോലെ സഹനത്തിൻ്റെ മാതൃകയും സഹനത്തിൻ്റെ മൂല്യവും നമ്മയൊക്കെ പഠിപ്പിച്ച ഒരു ടീച്ചർ, അതാണ് ശാന്ത ടീച്ചർ എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ശാന്ത ചേച്ചിയാണ്. പക്ഷേ ശാന്ത ചേച്ചി എല്ലാവരും ശാന്ത ടീച്ചർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം പഠിപ്പിക്കുന്നവരാണ് ടീച്ചർമാർ. ഇവിടെ സ്കൂളിലും എത്രയോ കുഞ്ഞുമക്കൾ ആ ടീച്ചറിൻ്റെ അധ്യാപന കലയിലൂടെ ഈശോയിലേക്കും അതുപോലെ തന്നെ സമൂഹത്തിലേക്കും നല്ല മനുഷ്യരായി തീരുവാനായിട്ടുള്ള ഫോർമേഷൻ സ്വീകരിച്ചവരുണ്ട്. അതെല്ലാം ഈ ടീച്ചറിൻ്റെ അധരത്തിലൂടെ വരുന്ന
വാക്കുകളിലൂടെയും പഠിപ്പിക്കലിലൂടെയുമായിരിക്കാം. പക്ഷേ വികാരിച്ചൻ എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിലൂടെ മറ്റൊരു കാര്യം പഠിപ്പിച്ച ഒരു വിശിഷ്ടമായ വ്യക്തിത്വമാണ് ശാന്ത ചേച്ചി അല്ലെങ്കിൽ ശാന്ത ടീച്ചർ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വല്യപ്പൻ്റെ മകളാണ് ശാന്ത ടീച്ചർ അല്ലെങ്കിൽ ശാന്ത ചേച്ചി. ഞാൻ 1976-77 കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ LP സ്കൂൾ പഠനം കഴിഞ്ഞ ശേഷം ആ സമയത്ത് ശാന്ത ചേച്ചി കുറ്റേക്കര ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ എൻ്റെ LP സ്കൂൾ പഠനമൊക്കെ മുണ്ടൂര് മഠത്തിൽ ആയിരുന്നു പഠനം. അത് കഴിഞ്ഞ് 5ാം ക്ലാസ്സായപ്പോൾ എൻ്റെ അനുജനെയും എന്നെയും എൻ്റെ അപ്പച്ചൻ കുറ്റേക്കര സ്കൂളിൽ ചേർത്തു. പക്ഷെ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ സമരങ്ങളും അതൊക്കെ ആയതുകൊണ്ട് അപ്പച്ചൻ പറഞ്ഞു, മക്കൾ ഈ സമരത്തിൽ ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ നമുക്കൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, മെദനി സ്കൂളിലേക്ക് പോകാം എന്ന് പറഞ്ഞ് കുന്നംകുളത്ത് ചേർത്തു. അപ്പോൾ കുന്നംകുളം ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഞങ്ങൾ പഠിക്കുന്നു. ശാന്ത ചേച്ചി കുറ്റേക്കര സ്കൂളിൽ എനിക്ക് വേണമെന്ന് 9ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ ആയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഞങ്ങൾ ഈവനിങ്ങിലൊക്കെ ഈ ശാന്ത ചേച്ചിയുടെ വീട്ടിനടുത്തുള്ള പറമ്പിലേക്കും അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലേക്കുമൊക്കെ പോകുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ കുന്നംകുളത്ത് പഠിക്കുന്നു, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ശാന്ത ചേച്ചിയോട് ചോദിച്ചു, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കണമല്ലേ? അതെ. ഞങ്ങളൊക്കെ ഇവിടെ ഇംഗ്ലീഷ് പഠിച്ച് 9ാം ക്ലാസ് 10ാം ക്ലാസ് വരുന്നു. അപ്പോൾ ചേച്ചി അവിടെ പുസ്തകം എടുത്ത് പഠിക്കുകയായിരുന്നു ആ മുറ്റത്തിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതൊന്ന് വായിച്ച് ഇംഗ്ലീഷിലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കറിയാവുന്ന ആ ഇംഗ്ലീഷ് വെച്ച് ഞാൻ വായിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ പഠിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് വായിക്കരുതെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിലേക്ക് ഇത് ഓർമ്മ വരാൻ കാരണം, പഠിപ്പിക്കുക, മറ്റുള്ളവരുടെ ആ ജീവിതത്തിലേക്ക് കൂടുതൽ അറിവുകൾ നൽകുക എന്നുള്ള ഒരു ചിന്ത അന്ന് മുതലേ ശാന്ത ചേച്ചിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഈ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സമയത്ത് ഓർക്കുകയായിരുന്നു. അതുകൊണ്ട് എപ്പോഴായാലും ഇവിടെയുള്ള ശാന്ത ചേച്ചി ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനൊക്കെ അറിയാം, നിങ്ങളവിടെ കളിക്കാൻ പോകും. അപ്പോൾ ആ സമയത്തൊക്കെ പലപ്പോഴും ശാന്ത ചേച്ചി ഇങ്ങനെ പഠനത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ശരിയായിട്ടും ഒരു ടീച്ചർ തന്നെയാണ് ശാന്ത ടീച്ചർ. അതുകൊണ്ട് ആ ടീച്ചർ എന്ന പേര് തന്നെയാണ് ഈ 1ാം വാർഷികത്തിൻ്റെ ആ കാർഡിൽ നിങ്ങളെയൊക്കെ ഈ കുർബാനക്കാർ വിളിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു ശാന്ത ടീച്ചർ. അതുകൊണ്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ, അത് അറിവിൻ്റെ തലത്തിലേക്ക് മറ്റവർ ഉയർത്തിക്കൊണ്ട് അവരുടെ ജീവിതം ഏറ്റവും ധന്യമാകുവാനായിട്ട് ജീവിതത്തിലൂടെ ജീവിച്ച ഒരു വ്യക്തിയാണ് ശാന്ത ചേച്ചി അല്ലെങ്കിൽ ശാന്ത ടീച്ചർ. ഇന്ന് ദിവസം ഓർക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള കാര്യം ജോബിനെ പോലെ തന്നെ, പഴയ നിയമത്തിൽ പറയുന്ന ജോബിനെ പോലെ തന്നെ വേദനകളും സഹനങ്ങളുമൊക്കെ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ഇതാ ഏകദേശം 5 വർഷത്തോളം ആ സഹനത്തിൻ്റെ കിടക്കയിൽ ആയിക്കൊണ്ട് തന്നെ കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കർത്താവിനെ തിരിക്കുന്ന മനസ്സിലാക്കിക്കൊണ്ട് ആ തിരിക്കുന്ന നിറവേറട്ടെ എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുകയും അതിനുശേഷം കർത്താവിൽ നിദ്ര പ്രാപിക്കുകയും ചെയ്ത ആ ശാന്ത ടീച്ചർക്ക് കർത്താവിൻ്റെ നിത്യാശ്വാസം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഭർത്താവ് വിൻസെൻ്റ് ചേട്ടനും നേരത്തെ മരിച്ചുപോയി. അപ്പോഴും ആ സഹനത്തിൻ്റേതായിട്ടുള്ള അതിൻ്റെ ആധിക്യം എന്തുമാത്രം ഉണ്ടായിരിക്കുമെന്നുള്ളത് നമുക്കൊക്കെ ഓർക്കാം. എങ്കിലും ആ സമയങ്ങളെല്ലാം പേരുപോലെ തന്നെ ശാന്തമായി അതെല്ലാം സഹിക്കുന്ന ഒരു വ്യക്തിത്വം. ആ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയിലൂടെ ഇനിയും അന്ന് ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ചെയ്ത സേവനങ്ങളെപ്പോലെ തന്നെ സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ പഠിപ്പിക്കുവാനും കൂടുതൽ ധന്യമാക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും സ്വർഗത്തിൽ രണ്ടുപേരും ദൈവത്തിനോടൊപ്പമായിരിക്കുന്നു എന്നുള്ളത് ഉറപ്പായി വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം അവരുടെ ജീവിതം അതുപോലെ തന്നെ കൊടുക്കുന്ന ഒരു ജീവിതമായിരുന്നു. വികാരിച്ചിനെ എന്നോട് പറയുകയുണ്ടായി, ശാന്ത ടീച്ചറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ദേവാലയത്തിലേക്കും ഇതാ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ നൽകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ട്. അതുകൊണ്ട് ആ ശാന്ത ടീച്ചറിൻ്റെ ആ വലിയ മനസ്സിനെ, വിൻസെൻ്റ് ചേട്ടൻ്റെ ആ വലിയ മനസ്സിനെ ഓർത്ത് തമ്പുരാൻ നന്ദി പറയുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വേദനകളും വിഷമതകളൊക്കെ ഈ വ്യക്തിക്കുണ്ടായപ്പോൾ
അദ്ദേഹം അത് സഹിക്കുകയും അത് കർത്താവിനോട് കാഴ്ചവെക്കുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനകൾ, സഹനങ്ങൾ നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നുകൂടി ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവം നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് സഹനങ്ങളുണ്ട്, വേദനകളുണ്ട്, സന്തോഷങ്ങളുണ്ട്. ഇതെല്ലാം ഉൾച്ചേർന്നതാണ് നമ്മുടെ ജീവിതം. സഹനത്തിന് അതിൻ്റെതായ മഹത്വമുണ്ട് എന്ന് ഈശോയുടെ തന്നെ ജീവിതം നമ്മെ പഠിപ്പിച്ചിട്ടതാണ്, ഈശോ തന്നെ കാണിച്ചു തന്നിട്ടതാണ്. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന വേദനകൾ, സഹനങ്ങൾ നമ്മൾ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുന്നത്, ഇതൊക്കെ ഈ ദിവസം കുർബാന അർപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ എല്ലാം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് എനിക്കെല്ലാം നന്മയായിട്ടാണ് പരിഗണിക്കുക. എത്ര വേദനയുണ്ടായി കഴിഞ്ഞാലും, അതുകൊണ്ട് തന്നെ പൗലോസ് ശ്ലീഹ തൻ്റെ പ്രേക്ഷിത യാത്രയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന കഷ്ടപ്പാടുകളുടെ എണ്ണം ഓരോന്നും എണ്ണിപ്പറയുന്ന ഒരു കാര്യം നമുക്ക് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ കാണാൻ സാധിക്കും. കാരണം നിങ്ങൾക്കായിട്ടൊരു ഭവനം ഞാനിതാ സ്വർഗത്തിൽ പണിതിട്ടുണ്ട്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, അതുകൊണ്ട് നിത്യമായ ആ ഭവനത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്കായി ഇതാ ഒരു സ്ഥലം സജ്ജമാക്കിയിരിക്കുന്നെന്ന് ഈശോ തന്നോട് പറയുമ്പോൾ അതിൽ നിന്ന് വേർപിരിഞ്ഞു പോയ വിൻസെൻ്റ് ചേട്ടനും ശാന്തി ചേച്ചിക്കും ഇതാ സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട്. ആ ഭവനത്തിലാണ് അവർ. ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് പൗലോസ് ശ്ലീഹയുടെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ മരിച്ചുപോയി എന്നുള്ളൊരു പദപ്രയോഗമല്ല ക്രൈസ്തവ വിശ്വാസത്തിൽ. അതുകൊണ്ട് ഒരു വ്യക്തി മരിച്ചുപോയി എന്നല്ല പറയുന്നത്, അവനിതാ കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നു, കർത്താവിൽ അവൻ ഉറങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തമായ ഒരു അവസ്ഥയുണ്ടാകുമ്പോഴാണ് നമുക്ക് ഉറങ്ങാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മിൽ വേർപിരിഞ്ഞു പോയിരിക്കുന്നവരെല്ലാം ഇതാ കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നു, കർത്താവിൽ ശാന്തമായി ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് നൽകുന്ന ആശ്വാസത്തിൽ അവർ കഴിയുന്നു. ഈ വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ മരണത്തെ കാണുന്നത്, മരിച്ചുപോയ നമ്മുടെ പൂർവികരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നതും. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്ന ഒരു പ്രത്യേകമായിട്ട് കാര്യമുണ്ട്. എല്ലാ ദിവസവും നമ്മൾ കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോൾ, അതല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, പുണ്യവാന്മാരുടെ ഐക്യത്തിലും ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഈ പുണ്യവാന്മാരുടെ ഐക്യം? ക്രൈസ്തവ ജീവിതം വിശ്വാസത്തോടെ ജീവിച്ച എല്ലാവരും തന്നെ പുണ്യവാന്മാരാണ്. സഭ പ്രത്യേകമായിട്ട് ചില വ്യക്തികളെ പുണ്യവാന്മാരായിട്ട് പ്രഖ്യാപിക്കുന്നു എന്നത് ശരി തന്നെ. അതും അവരുടെ ജീവിതത്തെക്കുറിച്ച് നല്ലതുപോലെ പഠിച്ചതിന് ശേഷമാണ് പുണ്യവാനാണ്, പുണ്യവതിയാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുക. എന്നാൽ സഭയിൽ മറ്റൊരു കാഴ്ചപ്പാട് കൂടിയുണ്ട്. ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ഈശോയിൽ നിദ്ര പ്രാപിച്ച എല്ലാവരും തന്നെ ഇതാ പുണ്യവാന്മാരാണ്. അവരുടെ ഐക്യം, ആ ഐക്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പുണ്യവാന്മാരായിട്ട് നമ്മുടെ പൂർവികരായിട്ടുള്ള വ്യക്തികൾ, മരിച്ചുപോയ ശാന്ത ചേച്ചിയും അതുപോലെ തന്നെ വിൻസെൻ്റ് ചേട്ടനും, ഇവരുടെയൊക്കെ ആ കൂട്ടായ്മ സ്വർഗത്തിലുണ്ട്. ആ കൂട്ടായ്മയിൽ അവർ ചെയ്തിരിക്കുന്ന നന്മ പ്രവർത്തികളുടെ നല്ല അനുഭവങ്ങൾ ജീവിച്ചിരിക്കുന്നവരായി നമുക്ക് ലഭിക്കും. അതുകൊണ്ട് വിശുദ്ധരായ വ്യക്തികൾ നമ്മൾ അവരോട് പ്രാർത്ഥിക്കുമ്പോൾ അവർ ചെയ്ത പുണ്യപ്രവർത്തികളെ ഓർത്തുകൊണ്ട് ദൈവമിതാ അവരിലൂടെ നമുക്ക് കരുണ നൽകുന്നു, കൃപ നൽകുന്നു. ആ കൃപ തന്നെ നമ്മിൽ വേർപിരിഞ്ഞു പോയ നമ്മുടെ പൂർവികരുടെ ആ കൂട്ടായ്മയിൽ. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്, കാരണവന്മാരുടെ പുണ്യം കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്നുള്ളത്. കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ ആ പുണ്യവാന്മാരുടെ ആ കൂട്ടായ്മയിൽ അവർ ചെയ്ത നല്ല പ്രവർത്തികളുടെ ഫലങ്ങളാണ്, ആ ഒരു ബോധ്യമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. ശാന്ത ചേച്ചിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇതാ ആ ശാന്ത ചേച്ചിക്കും അതിൻ്റെ ഫലങ്ങളുണ്ടാകും. അതുകൊണ്ട് സ്വർഗത്തിലിരുന്ന് അവർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഈ ഒരു വിശ്വാസത്തോടു കൂടി നമ്മുടെ സഹനങ്ങളെക്കുറിച്ച് നമുക്കുള്ള ഒരു അവബോധവും അതിനെങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കണമെന്നതിനെ കുറിച്ചുള്ള ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടുകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ദിവസം കുർബാന അർപ്പിക്കുമ്പോൾ ഈ ശാന്തദേശിയവരുടെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാനും ഈ കുർബാനയിൽ കർത്താവിൻ്റെ മുന്നിലായിരിക്കുകയാണ്. വിൻസെൻ്റ് ചേട്ടൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന തെറ്റുകൾക്കും മാപ്പ് ചോദിക്കാനായിട്ട്, കാരണം മനുഷ്യൻ നിലയിൽ തീർച്ചയായിട്ടും തെറ്റുകൾ നമുക്ക് സംഭവിക്കുന്നു. അതിനെല്ലാം കർത്താവിൻ്റെ കാരുണ്യം ലഭിച്ചുകൊണ്ട് ആ ആത്മാക്കൾക്ക് ആത്മശാന്തി പരിപൂർണമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇവരിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഈ കുർബാനയിൽ നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ ഈ ബലി അവരുടെ ഓർമ്മകളോടെ നമുക്ക് ഭക്തിപൂർവ്വം തുടരാൻ അർപ്പിക്കാം. മാമോദീസ വഴി സ്വർഗീയത്തിന്റെ അവകാശികളാകുകയും മരണം വഴി ഞങ്ങൾ വേർപിരിക്കുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെയും നിത്യവായത്തിൽ ചേർക്കണമെന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും നിത്യവിശ്വാസം വരലി അനുഗ്രഹിക്കണമെന്ന് മിശയുടെ പീഡാനങ്ങളെ കുറിച്ച് മനുഷ്യരുടെ കടകൾ മോചിക്കാൻ കരുണയുണ്ടാകണമെന്ന്
നിർദ്ദേശിച്ച് പറഞ്ഞ പഠനാനയുടെ സഹോദരങ്ങളെയും വിഷയുടെ ഉറപ്പിന്റെ ബൗദ്ധത്തിൽ പങ്കുവരാക്കണമെന്ന് വിഷയുടെ ശരീരത്തങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണത്തിന് പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെയും നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് സൂര്യൻ വെല്ലുന്ന ശോഭയുടെ ഞങ്ങളുടെ അവസാന വിധി ദിവസം ഉയർത്തി നിൽക്കാൻ വരം തരണമെന്ന് ലോകാരം മുതൽ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സൂര്യായത്തിൽ ഞങ്ങൾ എത്തിച്ചേരാൻ ഇടയാക്കണമെന്ന് വിഷയുടെ സഭയുടെ തലവും ഞങ്ങളുടെ പരിശുപിതാവും മാർലിയ ഭദ്രമാർപ്പാപ്പയും ഞങ്ങളുടെ സഭയുതാവും തലവുമായ ജറാഫ് തട്ടി മെത്രാപൊലിയത്തെയും മറ്റെല്ലാ മെത്രമാരെ ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് അനന്തമായി കൃപയെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനം ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് നമുക്കെല്ലാവർക്കും നമ്മെ നാം ഒരിടത്തെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വമണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിലേക്കും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസാഗരത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. താതനുമതുപോലാത്മജനും ദിവ്യ റുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം. പാവനം ഈ ബലിയിൽ സർവരുമൊന്നായി പാടിയിടട്ടെ. ആമേനാമീൻ. മർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിൽ ഓർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും
മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉദ്ധിതരായിടുവാൻ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൽ നിത്യം സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനെന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പ്രാർത്ഥികന്മാരും മേജറാക്ഷന്മാരും മെത്രാപൊലിത്തന്മാരും മെത്രാനും നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയേറിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശയുടെ സ്നേഹിതരും വിശ്വാസിയുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടു പോയ എല്ലാവരും മരിച്ചുവരിക്കുവിൻ. മിശയുടെ കൃപയായി വലിയ നമുക്ക് സാഹിത്യം രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരനെ, ഈ കുർബാനയുടെ കരങ്ങളുടെ പൂർത്തിയാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. സമാധാനം നിങ്ങളോടുകൂടി. സഹോദരി മിശയുടെ സ്നേഹത്തിൽ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അടുത്ത വിശുദ്ധി കൊടുന്ന് കർത്താവിനെ പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവിടുന്നവരെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിവീക്ഷിക്കുവിൻ. ഭയഭക്തിജനമായ രഹസ്യങ്ങൾക്ക് ഉദാശയപ്പെടുന്നു. പുരോഹിത തന്റെ ബാധ്യസം വഴി സമാധാനം സമൃദ്ധ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരം സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ കാതൃപത്തിയുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ
സമാധാനം നമ്മുടെ കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. മയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ റോവേമാരോടും ശ്രാപ്പേമാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാ. ഉന്നത വീതിയിൽ ഹോശാന, ദാവീദ് സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിൽ ഹോശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശ്രദ്ധയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ റോമിലെ മാർ ലയോ 14 പാപ്പായ്ക്കും
സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്കും അതിരുപദേശം ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്കും മാർട്ടോണി മെത്രാനും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതർ അൽമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും ഈ കുർബാനങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ദകളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രതികമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാനങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും പ്രത്യേകമായി നിങ്ങൾ അനുസ്മരിക്കുന്ന ശാന്ത ടീച്ചർക്കും വിൻസെന്റ് ചേട്ടനും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും ഇവരുടെ പ്രത്യേക നിയോഗങ്ങൾക്കും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷങ്ങൾ വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നാഥനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആദരവും പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനാശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിലും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥ ഞങ്ങൾ അണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും
നിത്യം ജീവിക്കുകയും ചെയ്യും. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചായുന്നു ഞാൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മീനത്തങ്ങളും ഇവിടെ ജയത്തോടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയും വിദേശത്ത് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവരേശങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ ആത്മാക്കളെ രക്ഷിക്കും കാരണമാട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരെ നീ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലോട്ടേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. സഹോദരി, സ്വർഗത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാൻ അവിടുത്തെ രക്തപാൻ ചെയ്യാൻ തിരുസഭ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ.
സ്വർഗ്ഗത്തിൻ പുത്രനാമേശുവേ, കന്യാമറിയത്തിൻ സോനുവേ, അമ്മതൻ താരാട്ടിൻ നീണമാ, എന്നുള്ളിൽ പെയ്തിറങ്ങിയിടണേ. അമ്മതൻ താരാട്ടിൻ നീണമാ, എന്നുള്ളിൽ പെയ്തിറങ്ങിയിടണേ. സ്വർഗ്ഗത്തിൻ പുത്രനാമേശുവേ, കന്യാമറിയത്തിൻ സോനുവേ, അമ്മതൻ താരാട്ടിൻ നീണമാ, എന്നുള്ളിൽ പെയ്തിറങ്ങിയിടണേ. അമ്മതൻ താരാട്ടിൻ നീണമാ, എന്നുള്ളിൽ പെയ്തിറങ്ങിയിടണേ. കാൽവരി ക്രൂശിലെ സ്നേഹമേ, ജീവൻ ത്യജിച്ചോര സ്നേഹമേ, കാൽവരി ക്രൂശിലെ സ്നേഹമേ, ജീവൻ ത്യജിച്ചോര സ്നേഹമേ, നിത്യമെൻ ഹൃദയത്തിലെ തൊട്ടിലിലാടാൻ പൈതലായി നീ വന്നിടണേ. നിത്യമെൻ ഹൃദയത്തിലെ തൊട്ടിലിലാടാൻ പൈതലായി നീ വന്നിടണേ. സ്വർഗ്ഗത്തിൻ പുത്രനാമേശുവേ, കന്യാമറിയത്തിൻ സോനുവേ, അമ്മതൻ താരാട്ടിൻ നീണമാ, എന്നുള്ളിൽ പെയ്തിറങ്ങിയിടണേ. അമ്മതൻ താരാട്ടിൻ നീണമാ, എന്നുള്ളിൽ പെയ്തിറങ്ങിയിടണേ. കാരുണ്യരൂപനാം ദൈവമേ, പാരിന്റെ നാഥനാം യേശുവേ, കാരുണ്യരൂപനാം ദൈവമേ, പാരിന്റെ നാഥനാം യേശുവേ, നിത്യമെൻ ഹൃദയത്തിലെ പ്രാർത്ഥന കേൾക്കാൻ അൻപോടെന്നുള്ളിൽ വന്നിടണേ. നിത്യമെൻ ഹൃദയത്തിലെ പ്രാർത്ഥന കേൾക്കാൻ അൻപോടെന്നുള്ളിൽ വന്നിടണേ. സ്വർഗ്ഗത്തിൻ താരാട്ടിൻ നീണമാ, എന്നുള്ളിൽ താരാട്ടിൻ നീണമാ, എന്നുള്ളിൽ പെയ്തിറങ്ങിയിടണേ. സമർപ്പണ പ്രാർത്ഥന. ഞങ്ങളുടെ പരിപാലിക്കുന്ന പ്രത്യേക ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ വരയ്ക്ക് നാളിന് വരെ ഈശ്വരന്റെ അനുഗ്രഹങ്ങളെ നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെ അങ്ങേ തിരുടത്തിന് കാഴ്ചവെക്കുന്നു. അപകടങ്ങളോ അനിഷ്ട സംഭവങ്ങളോ സാമ്പത്തിക ഞെരുക്കമോ ഇല്ലാതെ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനും അങ്ങേ തിരുവിഷ്ടപ്രകാരം ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇടവകയുടെ പരിശ്രമങ്ങളെ ആത്മീയമായും ശാരീരികമായും സാമ്പത്തികമായും സഹകരിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ദൈവമഹത്വത്തിനായും ഞങ്ങളുടെ നന്മയ്ക്കായും ഈ നിയോഗം ഉപകരിക്കുമാറാകട്ടെ. എല്ലാ വൈദികരെയും സമർപ്പിതരെയും ആത്മായ പ്രേക്ഷിതരെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും പരിശ്രമങ്ങളും ത്യാഗങ്ങളും കാണിക്കായി സ്വീകരിച്ച് പരിശുദ്ധ വഴി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാർത്താൽ സത്യവും പരിശുദ്ധവും ജീവിതമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള വിഗ്രഹപ്പെട്ട നമുക്ക് എല്ലാവർക്കും ദാതാവായ ദൈവത്തിനെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്കൊരാധികം സമാധാനം നമ്മുടെ കൂടെ. സ്നേഹമുള്ളവരെ, കുർബാന കഴിഞ്ഞാൽ ഉടനെ പള്ളിയകത്ത് അന്യത പ്രാർത്ഥന ചൊല്ലുന്നു. തുടർന്ന് കുളിക്കൽ ഒപ്പീസും. എല്ലാവർക്കും സ്നേഹവിരുന്ന് ഒരുക്കിയിട്ടുള്ളത് എൽ പി സ്കൂളിൽ വെച്ചാണ്. എല്ലാവരെയും തിരുക്കർമ്മങ്ങൾക്ക് ശേഷം എൽ പി സ്കൂളിലേക്ക് ക്ഷണിക്കും. ഈ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ മർത്യനായ ഞങ്ങളെ കരുണാപൂർവ്വം അങ്ങ് യോഗ്യരാക്കി
ഞങ്ങളോട് കാണിച്ച വലിയ കൃപയെ പ്രതി അങ്ങയുടെ മകനെ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, അമർത്യതയുടെ ഔഷധമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. കർത്താവേ, നിൻ സന്നിധിയിൽ ഞങ്ങൾ അണയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ, കാഴ്ചകൾ അനവരതം കനികൊടു കൈക്കൊണ്ടരുളണമേ. ആബേൽ, നോഹയും അബ്രാഹും യോബും അടച്ചൊരു ബലിയിൽ നീ കൃപയാർന്നതുപോലെ ഈ ബലിയും കൃപയുടെ തൃക്കൺ പാർക്കണമേ. ഏലിയ, ദിവ്യ സ്ലീഹന്മാരിവരുടെ ബലിയും വിധവയുടെ കാണിക്കയതും കൈക്കൊണ്ട നാഥ കനിയണമീ ബലിയിൽ. കർത്താവേ, നിന്ദാസിക്കായി തിരുസന്നിധിയിലണച്ചിടും ബലിയതു തൃക്കൺ പാർക്കണമേ. മൃതരുടെ പാപം മായ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ, ചേർക്കണമേ നിന്ദാസരെയും പരിശുദ്ധന്മാർ മരുവീടും പരമോന്നതമാം രാജ്യത്തിൽ. ദിവ്യഗണത്തോടൊത്തനിശം മഹിമയെഴുന്നൊരു ത്രിത്വത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തിയിടാൻ കരുണയൊടിവരിൽ കനിയണമേ. ഇന്നീ ബലി നിൻ സന്നിധിയിൽ അർപ്പിച്ചവരാമഖിലർക്കും കരുണയുടെ ഗണമഖിലേശ ദിവ്യാനുഗ്രഹമെന്നെന്നും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി. അന്യത പ്രാർത്ഥന. മരിച്ചുയർപ്പിക്കുന്ന തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, മരിച്ചുണാപുറം ജീവിപ്പിക്കണമേ, ജീവനയാപുറം പരിപാലിക്കണമേ. ഉത്താന പ്രതീക്ഷ മനമടഞ്ഞവരെ നീ മകളെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മനത്തിന്റെയും നാഥനും എന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവമേ, നിന്റെ കൃപയ്ക്കൊത്തവണ്ണം എന്നോട് കരുണ തോന്നണമേ. നിന്റെ കാരുണ്യാനുസൃതമായ എന്റെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, മാമോദീസ വഴി നിന്റെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളായി തീർന്ന നിന്റെ ദാസരെ അനുഗ്രഹജലത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്റെ ദിവ്യ ശരീരം ഭക്ഷിക്കുകയും തിരുരക്തം പാനം ചെയ്യുകയും ചെയ്തവരെ നീതിമാന്മാർ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും അറിഞ്ഞുമറിയാതെയും നിന്റെ ദാസർ ചൊല്ല പാപങ്ങളിൽ നിന്ന് മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയ ഓരസ്യത്തിലേക്ക് അവരെ അങ്ങ് പ്രവേശിപ്പിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
നമ്മോട് കൂടെ കർത്താവിന്റെ കാരുണ്യം ഞങ്ങൾ അനുഗമിക്കുകയും ദയാധിക പാപങ്ങൾ മായ്ച്ചുളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ ത്രിത്വനെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും ഉന്നതിന്റെയും നാഥനും പിതാവും മുതലും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ കർത്താവേ ശബ്ദമഹനീയമായ നീതിയുടെ ദാസരെ വിളിക്കുകയും വലത്തുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാൻ നിധിമാനമായ വിധി കർത്താവേ
ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും മുതലും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ, മനുഷ്യനാപുറം ജീവിപ്പിക്കണമേ, ജിതയാപുറം പരിപാലിക്കണമേ. ഉത്താനം പ്രതീക്ഷിച്ച് മനമടഞ്ഞവരെ നീ മണിയുറപ്പിക്കണമേ. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും മുതലും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടി വാനുമേഘങ്ങളിൽ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷയരായി കബറിടങ്ങൾ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാർ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കായ ലോകാരത്തിനാകുന്ന സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങളുടെ സഹോദരി ശാന്തിച്ചനെയും നിങ്ങളുടെ സഹോദരി വിപ്സനെയും അങ്ങ് സ്വീകരിക്കണമേയും. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ഫലമായ ഈശോനെ പോവാം.
പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ശാന്തേച്ചിയുടെ ഒപ്പം നിന്ന ലിജി ടീച്ചറിനെ ഈ അനുസ്മരണ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. എത്രയും സ്നേഹബഹുമാനപ്പെട്ട ജിഫി അച്ഛ, വികാരി അച്ഛ, സ്നേഹമുള്ള സഹപ്രവർത്തകരെ, പ്രിയ നാട്ടുകാരെ, ശാന്ത ടീച്ചറുടെയും വിൻസെൻ്റ് ചേട്ടൻ്റെയും ബന്ധുമിത്രാദികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ശാന്ത ടീച്ചറുടെയും വിൻസെൻ്റ് ചേട്ടൻ്റെയും അനുസ്മരണത്തിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, എല്ലാവർക്കും എല്ലാമായി ജീവിച്ച് കടന്നുപോയ രണ്ട് വ്യക്തിത്വങ്ങളാണ് ശാന്ത ടീച്ചറും വിൻസെൻ്റും. അവരുടെ മരിക്കാത്ത സ്മരണകൾക്ക് മുമ്പിൽ ഞാൻ ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ശാന്ത ടീച്ചറെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ശാന്ത ടീച്ചറെ ആദ്യമായി കണ്ട ആ ചിത്രമാണ് എൻ്റെ മനസ്സിൽ എന്നുള്ളത്. ടീച്ചർ വയ്യാണ്ട് കിടക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം ചെന്നിട്ടുണ്ടെങ്കിലും ശാന്ത ടീച്ചർ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം കണ്ട രൂപം തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ ഇവിടെയാണ് ആദ്യമായിട്ട് HM ആയത് 12 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. 2015 മെയ് 5-ാം തീയതിയാണ് ഞാനിവിടെ ജോയിൻ ചെയ്തത്. അപ്പം ഞാൻ മെയ് മാസം 1-ാം തീയതി കോർപ്പറേറ്റിൽ നിന്ന് എന്നോട് പറഞ്ഞു, ആറ്റത്തറ സ്കൂളിലാണ് ഒഴിവുള്ളത്, അപ്പോൾ ടീച്ചർക്ക് തിരൂരിൽ നിന്ന് അത്ര ദൂരമല്ലല്ലോ. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ പ്രദേശത്തിനെ കുറിച്ച് യാതൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്കൊരു ദിവസം പോവാടി, ആ സ്കൂളിൽ പോയി കാണാം. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ബൈക്കുമ്മയാണ് വന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ സ്കൂള് പൂട്ടിക്കിടക്കാണ്. മുമ്പത്തെ ടീച്ചർ ഏപ്രിൽ 30-ന് റിട്ടയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളിവിടെ ചോദിച്ചു. അപ്പം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, 2 വീടപ്പുറം ശാന്ത ടീച്ചറുടെ വീടുണ്ട്, അവിടെ പോയി ചോദിച്ചാൽ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും ടീച്ചർ പറഞ്ഞു തരും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ടീച്ചറുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ ആ സമയത്ത് വിൻസെൻ്റ് അവിടെ ഇല്ല, ശാന്ത ടീച്ചർ അവിടെ ഉണ്ട്. ടീച്ചർ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളെ സ്വീകരിച്ചു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഒരു കുഴപ്പമില്ല, എല്ലാ കാര്യവും ഇവിടെ വളരെ ഈസി ആയിട്ട് നടക്കും, അധികം സ്റ്റാഫില്ല, കുട്ടികളില്ല. അങ്ങനെ ആൾ എല്ലാ വിശേഷവും പറഞ്ഞു. അത് കഴിഞ്ഞ ആൾ നിർബന്ധിച്ചിട്ട് പറഞ്ഞു, ഞാൻ ജ്യൂസ് എടുക്കാം, ജ്യൂസ് കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. പാവം അകത്ത് ചെന്നപ്പോൾ പഞ്ചസാര തീർന്നേക്കാം. അതായത് അപ്പോൾ വന്നിട്ട് പറഞ്ഞു, അയ്യോ അനിയത്തിൻ്റെ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു, അവർ ജ്യൂസൊക്കെ ഉണ്ടാക്കിയപ്പോൾ പഞ്ചസാര തീർന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, ഒരു നിഷ്കളങ്കതയുടെ ആൾരൂപമാണ് ടീച്ചർ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ജ്യൂസ് കുടിക്കാൻ ഞങ്ങൾ വീണ്ടും വരാം. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. അങ്ങനെ സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ മുമ്പത്തെ HMനെ വിളിച്ചു, ദുർഗ ടീച്ചർ. ടീച്ചർ ഇന്ന് വന്നിട്ടില്ല, ശാരീരികമായ അസ്വസ്ഥത മൂലമാണ് ടീച്ചർ എത്താത്തത്. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു, അവിടെ ഒരു ശാന്ത ടീച്ചറുണ്ട്, ടീച്ചർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാ കാര്യവും വേണ്ട പോലെ ചെയ്യും, നമ്മളെക്കാളും ശുഷ്കാന്തി ഉണ്ട് ടീച്ചർക്ക് സ്കൂളിൽ. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കത് ബോധ്യമായി. എല്ലാ കാര്യങ്ങളിലും, സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ടീച്ചർ സജീവമായിരുന്നു. അന്നൊക്കെ ടീച്ചർ ആരോഗ്യവതിയായിരുന്നു. ടീച്ചറുടെ എല്ലാ ആരോഗ്യവും, ടീച്ചറുടെ ലോകം ഈ വിദ്യാലയമായിരുന്നു. സത്യം പറഞ്ഞാൽ എല്ലാ കുട്ടികളെയും സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കാനുള്ള ഒരു കഴിവ് ശാന്ത ടീച്ചർക്ക് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴെങ്കിലും നേരിട്ടുള്ള ബസ് കിട്ടാതെ മുട്ടിക്കൽ ഇറങ്ങി ഓട്ടോറിക്ഷ വിളിക്കുമ്പോൾ അവിടുത്തെ എല്ലാ ഓട്ടോ ചേട്ടന്മാർക്കും ചോദിക്കാനുള്ളത്, ശാന്ത ടീച്ചർ എങ്ങനെ ഇരിക്കുന്നു, സുഖമല്ലേ എന്നാണ്. അപ്പം ഞാൻ അതിശയിക്കാറുണ്ട്, ഈ ടീച്ചറെ കുറിച്ച് എന്താണ് ഇവർക്ക് ഇത്രയും ഉത്കണ്ഠയെന്ന്. ഞാൻ പിന്നീട് എനിക്ക് മനസ്സിലായി, ടീച്ചർ ഓരോ കുട്ടീനെയും സ്വന്തം കുട്ടി പോലെ അവരുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ ആഴങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാനായിട്ട് ടീച്ചർ ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ ഓരോ പേരൻസിനോടും ടീച്ചർ അത്രയും സ്നേഹത്തോടു കൂടിയാണ് ഇടപഴകിയിരുന്നത്. അതുകൊണ്ടാണ് അവർ ആ സ്നേഹം
പ്രകടിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. വിദ്യാലയത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ടീച്ചറുടെ ഒപ്പം എന്നല്ല, സ്കൂളിൻ്റെ ഒപ്പം നിന്നിരുന്ന ആളാണ് വിൻസെൻ്റ് ചേട്ടൻ. എൻ്റെ ഹസ്ബൻഡ് പിന്നീട് വിൻസെൻ്റ് ചേട്ടനായിട്ട് പരിചയപ്പെട്ടപ്പോൾ എന്നോട് വീട്ടിൽ വന്നപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? എനിക്ക് ഇപ്പോഴൊരു സമാധാനമായത്, നിങ്ങൾ ഈ 4 പെണ്ണുങ്ങളല്ല ഉള്ളത്, ഈ വിൻസേട്ടുള്ള കാരണം എനിക്ക് പിന്നെ ഒരു ടെൻഷനില്ല. ഈ വിൻസേട്ട ശാന്ത ടീച്ചറെ ശ്രദ്ധിക്കുന്ന പോലെ എന്നെ കൊണ്ടു നടക്കുന്ന ആളാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ആൾക്ക് ഇവിടെ വിൻസേട്ടിനെ പരിചയപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി നിങ്ങളുടെ സ്കൂളിനെ പറ്റിയിട്ട് എനിക്ക് ടെൻഷനില്ല, എന്ത് കാര്യത്തിനും ഒപ്പം നിൽക്കാൻ ഒരാളുണ്ട്. അത് സത്യമായിരുന്നു. ഒരു സ്കൂളിലൊരു കുട്ടി വീണൊരിക്കും, അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സ്റ്റിച്ച് ഇടേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പം ഞാൻ ഓട്ടോ വിളിക്കാൻ എന്താ ചെയ്യാന്ന് നോക്കുമ്പോഴേക്കും വിൻസേട്ടൻ്റെ കാർ വന്നു. ശാന്ത ടീച്ചർ വിളിച്ചു പറഞ്ഞ് വിൻസേട്ടൻ കുണ്ടന്നൂരിൽ നിന്ന് വന്ന് ഞങ്ങൾ ഈ കുട്ടീനെയും കൊണ്ട് ഓട്ടുപാറ പോയി. ഓട്ടുപാറ വെച്ച് ആ കുട്ടിക്ക് സ്റ്റിച്ച് ഇട്ടു. പക്ഷെ ആ കുട്ടിയുടെ പേരന്റ് വന്നിട്ട് കുട്ടിയുടെ ബ്ലഡ് കണ്ടപ്പോൾ തലചുറ്റി വീണു. അങ്ങനെ കുട്ടി സ്റ്റിച്ച് ഇട്ട് ഓക്കെയായി. കുട്ടിക്ക് വിൻസേട്ടൻ ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് കുട്ടി ഹാപ്പിയായി. പക്ഷെ അമ്മ കെടുപ്പായി. അങ്ങനെ 2-4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അമ്മയ്ക്ക് ഓർമ്മ വന്നത്. പക്ഷെ അപ്പോഴും വിൻസേട്ടനും ശാന്ത ടീച്ചർ എൻ്റെ ഒപ്പം നിന്നു. ഞാൻ പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, ടീച്ചർ പോയിക്കോ, ഞങ്ങൾ അവരെ കൊണ്ടാക്കിയിട്ടേ പോവുള്ളൂ എന്ന്. അത്രമാത്രം വിദ്യാലയത്തോട് കടപ്പാടും സ്നേഹവും പ്രകടിപ്പിച്ചിട്ടുള്ള അധ്യാപികയാണ് ശാന്ത ടീച്ചർ. വിൻസേട്ടൻ്റെ മരണകാലത്തും ശാന്ത ടീച്ചർക്ക് സത്യം പറഞ്ഞ് എനിക്ക് തോന്നുന്നു വിൻസേട്ടൻ്റെ രോഗാവസ്ഥയുടെ തീവ്രത ടീച്ചർ മനസ്സിലാക്കിയിരുന്നില്ല. അത് വിൻസേട്ടൻ അറിയിച്ചിരുന്നില്ല എന്നാണ് സത്യം. ആൾക്കറിയാം ആൾക്ക് അത്രയും വലിയൊരു അസുഖമാണെന്ന് പറഞ്ഞ് മരണത്തോട് മല്ലടിക്കാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ശാന്ത ടീച്ചർക്ക് താങ്ങാൻ പറ്റില്ല എന്ന് ആ നല്ല മനുഷ്യൻ അറിഞ്ഞിരുന്നു. ആള് തലയാഴ്ച വരെ ടീച്ചറെ കൊണ്ടാക്കിയിരുന്നു. ഞങ്ങൾക്ക് ഓരോ പ്രാവശ്യം കാണുമ്പോഴും വിൻസേട്ടനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ടെൻഷനാണ്. കാരണം ആൾക്ക് വയ്യ എന്നുള്ളത് ആളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ശാന്ത ടീച്ചർക്ക് അസുഖം ഉണ്ടെന്ന് അറിഞ്ഞാലും ആള് മരണത്തിന്റെ അടുത്തേക്ക് എത്തി എന്നുള്ളത് ആൾ അറിഞ്ഞിട്ടില്ല. എന്നോട് പറയും, ടീച്ചറെ ഇപ്പൊ വിൻസേട്ടന് പണ്ടത്തെ പോലത്തെ ഉഷാറൊന്നുമില്ല. മറ്റത് ഞാൻ കഷ്ണം നുറുക്കുമ്പോൾ എൻ്റെ കൂടെ കഷ്ണം നുറുക്കാറുണ്ട്. ഇപ്പൊ എന്താവോ അതിനൊക്കെ മടിയെ കാണിക്കണേന്ന്. അപ്പൊ ഞാൻ ഉള്ളിൽ വിചാരിച്ചു, പാവം അതിനറിയണില്ലല്ലോ. അങ്ങനെ അവസാനത്തെ ആഴ്ച ആൾ കൊണ്ടാക്കാൻ വന്നപ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു, ടീച്ചറെ വിൻസേട്ടന് ആകെ മഞ്ഞ നിറായിട്ടിരിക്കുന്നുണ്ട്, മഞ്ഞപ്പിത്താന്നാ തോന്നണേ, എന്തായാലും നിങ്ങൾ ഇന്ന് തന്നെ ഡോക്ടറെ അടുത്ത് പൊക്കോട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവർ അന്ന് രാത്രി ഹോസ്പിറ്റലിൽ പോയതാണ്. പിന്നത്തെ ആഴ്ച മരിച്ചിട്ടാണ് വിൻസേട്ടൻ എത്തിയത്. വിൻസേട്ടനും ശാന്ത ടീച്ചറും നല്ല കുടുംബത്തിന്റെ മാതൃകകളാണ്. പരസ്പരം സഹായിച്ചും സഹകരിച്ചും ഓരോ കാര്യങ്ങളിലും ഭാര്യയും ഭർത്താവും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് അവർ രണ്ടുപേരും. അവരുടെ സ്നേഹത്തിന്റെ മുമ്പിൽ നമുക്ക് പലപ്പോഴും അസൂയ തോന്നും. അത്രമാത്രം സ്നേഹത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. ടീച്ചർക്ക് അവസാനമൊക്കെ ആയപ്പോൾ മറവി നല്ലോണം ഉണ്ടായിരുന്നു. ആള് ചിലപ്പോൾ വീട്ടിൽ വരുമ്പോൾ 2 കണ്ണാടി ഉണ്ട്. ഒരു കണ്ണാട സ്കൂളിലും ഒരു കണ്ണാട വീട്ടിലും വെച്ച് പോന്നാലും ഒപ്പിടുന്ന നേരത്തെ ചിലപ്പോൾ 2 കണ്ണാടി ഉണ്ടാവില്ല. അപ്പോൾ ഒപ്പിടുമ്പോൾ എന്നോട് പറയും, ഞാൻ വിൻസേട്ടനെ വിളിക്കട്ടെ ടീച്ചറെ? വിളിച്ചോ? അപ്പോഴേക്കും വിളിച്ചു. ആള് കണ്ണാടിയും കൊണ്ട് ഓടി വന്നു. അതുപോലത്തെ ഒരു ബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. വിൻസേട്ടൻ്റെ മരണത്തിന് ശേഷമാണ് ടീച്ചർ ആകെ സത്യം പറഞ്ഞാൽ അവതാളത്തിലായത്. അത് താങ്ങാനുള്ള ശേഷി ടീച്ചർക്ക് ഉണ്ടായിരുന്നില്ല. അതുവരെ ടീച്ചർ നല്ല ഭംഗിയായിട്ടാണ് സ്കൂളിലേക്ക് സാരി കൊടുത്ത് വരിക. ഞങ്ങളൊക്കെ സാരി പിടിച്ച് നോക്കാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ടീച്ചർ വന്നത് സാരി കൊടുത്താലും മുൻഭാഗം ചിലപ്പോൾ ഇറക്കം കൂടിയിട്ടും പിൻഭാഗം ചിലപ്പോൾ ഇറക്കം ഉണ്ടാവില്ല. അപ്പം ഞങ്ങളൊക്കെ വന്നിട്ട് സ്കൂളിൽ വരുമ്പോൾ ഞങ്ങളുടെ ടീച്ചറെ സാരിയൊക്കെ ഭംഗിയിൽ 2ാമത് ഉടുപ്പിച്ച് കൊടുക്കും. ആളാകെ ഓർഡർ അല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. പിന്നെ പക്ഷേ ഒരു കാര്യത്തിൽ അപ്പോഴും ടീച്ചർ പിടിച്ചു നിന്നു. കുട്ടികളുടെ മുമ്പിൽ ടീച്ചർ അപ്പോഴും പെർഫെക്റ്റ് ടീച്ചറായിരുന്നു. ഞാൻ അവിടെ ശ്രദ്ധിച്ചിരുന്നു ടീച്ചർക്ക് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്. പക്ഷെ ടീച്ചർ കുട്ടികളോടുള്ള കടപ്പാട് പൂർണ്ണമായി നിറവേറ്റാൻ ടീച്ചർക്ക് സാധിച്ചിരുന്നു. പക്ഷെ ചില സമയത്ത് ടീച്ചർ രജിസ്റ്ററിൽ പേര് വിളിക്കുമ്പോൾ പ്രസന്റ് ഇടാൻ മറന്നിരുന്നു. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. ആള് കുറച്ച് ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷെ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലായാലും അവരെ സ്നേഹിക്കുന്ന കാര്യത്തിലായാലും അവരുടെ ഓരോ കാര്യത്തിലും വളരെ ശ്രദ്ധാലുവായിരുന്നു. അതുപോലെ തന്നെ വിൻസെൻ്റ് ചേട്ടനായാലും അച്ഛൻ പറഞ്ഞ പോലെ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഞാൻ മാനേജറുടെ അടുത്ത് എന്തെങ്കിലും കാര്യം പറയാൻ ചെന്നാൽ അന്നത്തെ ജോസച്ചൻ പറയും, ടീച്ചർ എന്തിനാ എത്ര പാടുപെട്ട് നടന്നു വന്നേ? അതാ ശാന്ത ടീച്ചറോട് പറഞ്ഞ വിൻസേട്ടൻ വന്ന് പറയില്ലേ ടീച്ചർ നടന്നു വരുന്നു വേണ്ട എന്ന് എന്നോട് പറയും. കാരണം അത്രമാത്രം
ആയിട്ട് അടുത്ത് പെരുമാറിയിരുന്ന രണ്ട് വ്യക്തികളാണ് ശാന്ത ടീച്ചറും വിൻസൻ ചേട്ടനും. അവരെക്കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. 2018 ടീച്ചർ റിട്ടയർ ചെയ്തത്. അതിനുശേഷമാണ് ടീച്ചർ തീരെ കടുപ്പായത്. ഞാൻ 3-4 പ്രാവശ്യം ആദ്യമൊക്കെ ചെല്ലുമ്പോൾ ടീച്ചർ ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കിയിരുന്നു. ടീച്ചർക്ക് സംസാരിക്കണം എന്നുണ്ട്, പക്ഷെ പറയാനായിട്ട് വാക്കുകൾ കിട്ടിയിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡായിട്ടും ടീച്ചർ നല്ല അടുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുമായിരുന്നു. പിന്നെ ഒരു പ്രത്യേകത ടീച്ചർക്കുള്ളത്, ആര് കണ്ടാലും പെട്ടെന്ന് അടുക്കും ടീച്ചറോട്. ടീച്ചർക്ക് അതിനുള്ള ഒരു സവിശേഷ വ്യക്തിത്വം ഉണ്ടായിരുന്നു. ഒരിക്കൽ ടീച്ചർ ഗിൽഡിൻ്റെ മീറ്റിങ്ങിന് വന്നിട്ട് എൻ്റെ ചെറിയ മോനായിട്ട് അടുത്തു. അവൻ ഇപ്പോഴും പറയും ശാന്ത ടീച്ചറുടെ കാര്യം. ഒരു ദിവസം ഗിൽഡിൻ്റെ മീറ്റിങ്ങിന് വന്നിട്ട്, തിരൂരായിരുന്നു അന്ന് മീറ്റിംഗ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്ന് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞ ഒരു പരിചയമുള്ളവർ. പക്ഷെ അവൻ ഇപ്പോഴും ശാന്ത ടീച്ചർ എന്ന് പറഞ്ഞാൽ മരിക്കും, അത്രയും താല്പര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം നമുക്ക് അവർക്ക് ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനിയും നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെ ഓർക്കണം. എല്ലാവർക്കും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകളാണ് അവർക്ക് ഏറ്റവും ബലം. അപ്പോൾ രണ്ടുപേർക്കും ആത്മശാന്തി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. അടുത്ത നമ്മുടെ ജെസി ടീച്ചറാണ്. ജെസി ടീച്ചർ പിന്നെ നാടിൻ്റെ പൾസ് അറിയണം. ശാന്തേച്ചിയുടെ കൂടെ കുറേ കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശാന്തേച്ചി ജെസി ടീച്ചറിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ശാന്തേച്ചിനെ പറ്റി പറയാൻ ഈ അനുസ്മരണ സമയത്ത് ജെസി ടീച്ചറിനെ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാന ജിഫേച്ച, ജോമോനച്ച, പ്രധാനാധ്യാപകരെ, ഇപ്പോഴത്തെ പ്രധാനാധ്യാപിക, എൻ്റെ ഇവിടെ ആയിരുന്ന സഹപ്രവർത്തകരെ, നാട്ടുകാരെ, ബന്ധുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ശാന്തി ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ശാന്തി ടീച്ചറെ എന്നല്ല പറയാ, ഞങ്ങൾ തറവാട്ടുകാരും കൂടിയാണ്. ഞാൻ ശാന്തേച്ചിനെ വിളിക്കാറുള്ളൂ. 1998 ഞാനിവിടെ ജോയിൻ ചെയ്തത്. അന്ന് മുതൽ ഞാനും ശാന്തേച്ചിയും ഒന്നായിരുന്നു. ഞാൻ ഇൻവിറ്റേഷൻ കണ്ടപ്പോഴേ, ഇതിൻ്റെ മരിച്ചറിയപ്പിൻ്റെ ഈ പരിപാടിയുടെ കുറി കണ്ടപ്പോൾ ഞാൻ ഫിജി ടീച്ചറെ വിളിച്ച് പറഞ്ഞേ, ടീച്ചറെ കാണുമ്പോൾ കൊതിയാവണം, എന്തു ഭംഗിയിലാണ് ടീച്ചർ ഇരിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഫിജി ടീച്ചർ അവിടെ അങ്ങ് പറഞ്ഞെന്താ അറിയോ, ടീച്ചറെ നമ്മുടെ ഒരു ലോകമായിരുന്നല്ലോ ഈ സ്കൂള് എന്ന്. അന്ന് തൊട്ടേ 98 മുതലേ ഞങ്ങൾ അധ്യാപകരല്ല, ഞങ്ങളൊരു വീട്ടിലെ അംഗങ്ങളായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും സ്നേഹത്തിലാണ് കഴിഞ്ഞിരുന്നത്. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമെങ്കിലും അതപ്പോഴേക്കും ഞങ്ങളുടെ മനസ്സിൽ നിന്നൊക്കെ പോവും. വളരെ വീണ്ടും പിന്നീട് സ്നേഹവും. വളരെ നന്നായി തന്നെ കുട്ടികളെ നോക്കിയിരുന്ന, കുട്ടികളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ശാന്തേച്ചി. ഞങ്ങളുടെ കുട്ടികളൊക്കെ ഇവിടെ കുറവായതുകൊണ്ട് കുട്ടികളെ അന്വേഷിക്കാനായിട്ട് പോകും. കുട്ടികളെ അന്വേഷിക്കാൻ ആ ഭാഗത്തേക്ക് പോയാൽ ഞങ്ങൾക്ക് ഉറപ്പാണ് ഒരു വെള്ളം കിട്ടുന്നുള്ളത്. ശാന്തേച്ചി അപ്പോഴേക്കും ശാന്തേച്ചിയല്ല വിൻസേട്ടനോട് പറഞ്ഞ് വിൻസേട്ടനോട് വെള്ളം കലക്കി വെച്ചിരിക്കും. അപ്പം ഞങ്ങൾ വരുമ്പോഴേക്കും ഞങ്ങൾക്കൊരു ജ്യൂസ് ഉറപ്പാണ്. ആ ജ്യൂസ് കുടിച്ചിട്ടേ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാറുള്ളൂ. ജ്യൂസ് ഇല്ലെങ്കിൽ ചായ കുടിക്കും. എന്തെങ്കിലുമൊക്കെ തന്നേ ഞങ്ങളെ അവിടെ നിന്ന് വിടാറുള്ളൂ. അത്രയും സ്നേഹത്തിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. ശാന്തിജിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും വളരെയധികം ശാന്തി ടീച്ചർ ഞങ്ങൾ എന്നും മരിക്കാത്ത ഓർമ്മയായി മനസ്സിൽ കൊണ്ട് നടക്കും. അതുപോലെ തന്നെ വിൻസൻ ചേട്ടൻ ഞങ്ങളുടെ ഇവിടെ നിന്ന് വർക്ക് എക്സ്പീരിയൻസിന് കൊണ്ടുപോകും കുട്ടികളെ. അതിന് ഒരു ഐറ്റാണ് വൈദ്യുതി വയറിങ് പഠിപ്പിക്കൽ. അത് വിൻസേട്ടൻ്റെ കുത്തകയാണ്. വൈദ്യുതി വയറിങ് പഠിപ്പിക്കാൻ വിൻസേട്ടൻ സ്കൂള് വിട്ട് കഴിഞ്ഞാൽ കൊണ്ടുപോകും കുട്ടികളെ, വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് പഠിപ്പിച്ച് അവർക്ക് നല്ല ഇഷ്ടമാണ് വിൻസേട്ടൻ്റെ അടുത്ത് പോയിട്ട് പഠിക്കാനായിട്ട്. കാരണം അവർക്ക് സുഭിക്ഷമായ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് ശാന്തി ടീച്ചർ അവർ വിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആ കാലങ്ങളിൽ എന്നും വർക്ക് എക്സ്പീരിയൻസിന് പോയ എല്ലാ കൊല്ലവും വിൻസേട്ടൻ പഠിപ്പിച്ച എല്ലാ വർഷവും ഞങ്ങൾക്ക് 1ാം സമ്മാനം കിട്ടും. അങ്ങനെയായിരുന്നു വിൻസേട്ടൻ നമ്മുടെ സ്കൂളിൽ. പിന്നെ അതുപോലെ തന്നെ സ്കൂളിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടായാൽ ആദ്യം ഉണ്ടായിരിക്കും ആനിവേഴ്സറി ക്യാമ്പ്, വാരങ്ങക്കെട്ട് പരിപാടികളൊക്കെ ഉണ്ട്. ഏറ്റവും ആദ്യം വരും വിൻസേട്ടൻ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിതമില്ല. ഞങ്ങളെ മുഴുവനും നോക്കി നടത്തിയിരുന്നത് വിൻസേട്ടനാണെന്ന് തന്നെ പറയാം. എൻ്റെ ഭർത്താവ് നാട്ടിലുള്ളതാണ്, പക്ഷേ അത്രയൊന്നും ഇൻക്ലൂഡ് അല്ല. വിൻസേട്ടൻ എന്ന് പറയാൻ അങ്ങനെ ഒരു നല്ല ഒരു മനുഷ്യനാണ്. പിന്നെ അതുപോലെ തന്നെ ശാന്തിച്ച് പറയും, വീട്ടിൽ പോയി കഴിഞ്ഞാൽ വാതിൽ തുറന്ന് കയറില്ല അത്ര. അപ്പം എന്താ ചോദിക്കുമ്പോൾ ഞാൻ വിൻസേട്ടൻ വന്നാലേ അകത്ത് കയറുള്ളൂ, വിൻസേട്ടൻ വന്നാലേ എനിക്ക് ഇഷ്ടം അകത്ത് കയറാൻ പറയും. അത്രയും അവർ രണ്ടുപേരും ഒന്നായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വിൻസേട്ടൻ മരിച്ചതിന് ശേഷം കുറേ കാലം കഴിഞ്ഞിട്ട് ആ ഫ്ലക്സ്
ഇതും ഇരിക്കുന്നുണ്ട്, ഗ്രില്ലും ഇരിക്കുക. അപ്പൊ ഞാൻ പറയും ശാന്തിച്ചി മതി, അത് എടുത്ത് കളയുന്നു. നമുക്ക് കാണുമ്പോൾ വിഷമാവാം. അവർ ശാന്തിച്ചി അത് കളയും, നമുക്ക് അത് ഇനി മതി, എടുത്ത് വെച്ചാൽ മതി, മനസ്സിൽ സൂക്ഷിച്ചാൽ മതി വിൻസേട്ടനെ എന്ന് പറയുമ്പോൾ എന്നോട് അപ്പം ചോദിക്കുന്നു എനിക്ക് എന്താ ചെയ്യാതെ ഞാനത് ഇവിടെ വെക്കണേന്ന്. അത്രയും വിൻസേട്ടനായിട്ട് വളരെയധികം സാധാരണ പോലെയല്ല, ഒരു മക്കളില്ലാത്തത് കൊണ്ട് അവർ അത്രയും സ്നേഹത്തിൽ വളർന്നു കഴിഞ്ഞവരാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകുമ്പോൾ മിക്കവാറും കണ്ണട എടുക്കാതാണ് സ്കൂളിലേക്ക് വരിക. അപ്പോൾ വിളിക്കും വിനിസേട്ടനെ, വിനിസേട്ടൻ എൻ്റെ കണ്ണട കൊണ്ടുപോയത്. അപ്പോൾ വരും വിനിസേട്ടൻ അവിടുന്ന് കുണ്ടന്നൂരിൽ നിന്ന് വന്നിട്ട് വേണം കണ്ണട എടുക്കണമെങ്കിൽ. കണ്ണട കൊണ്ടുവന്നിട്ട് ആ 1-ാം ക്ലാസ്സിലെ ജനവാതിൻ്റെ അവിടെ നിന്ന് കണ്ണട കൊടുത്തിട്ട് കുറേ നേരം ആ ജനവാതിൻ്റെ അവിടെ നിന്ന് നോക്കും. സ്വന്തം കുട്ടികളെ നോക്കുന്ന പോലെ കുട്ടികൾ എന്തൊക്കെ ചെയ്യണേ, കുട്ടികളുടെ കളി കാണാം. അത് കഴിഞ്ഞ് കുറച്ച് നേരം നിന്നതിന് ശേഷം മാത്രമേ വിനിസേട്ടൻ അവിടെ സ്കൂളിൽ നിന്ന് പോകാറുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ടീച്ചറെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വരുന്നത്. ഏതായാലും എല്ലാ സൗഭാഗ്യങ്ങളും നിത്യായുസ്സും ദൈവം വിനിസേട്ടനും ശാന്തി ടീച്ചർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോഴത്തെ HM-ആയ ടീച്ചർക്ക് ഞാൻ അനുസ്മരണ മീറ്റിങ്ങിലേക്ക് വിളിക്കുകയാണ്. ആ ഓർമ്മയ്ക്ക് മുന്നിലെ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ ടീച്ചർക്ക് മൈക്ക്. എത്രയും ബഹുമാനപ്പെട്ട ജോമാനച്ചൻ, ഇഫിയച്ചൻ, HM-മാര്, ബന്ധുമിത്രാദികളെ എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ വരുമ്പോൾ ശാന്ത ടീച്ചറുടെ ഓർമ്മ എന്ന് പറയുന്നത് ഓഫീസ് റൂമിലെ ഒരു ക്ലോക്കാണ്. ആ ക്ലോക്കിൽ വിൻസെൻ്റ് ചേട്ടൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എനിക്കറിയില്ലായിരുന്നു വിൻസെൻ്റ് ചേട്ടൻ്റെ ഫോട്ടോ ഒന്നും ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു ഇതാരാന്ന് ചോദിച്ചപ്പോൾ ശാന്ത ടീച്ചറുടെ ഹസ്ബൻഡാണ്, വിൻസെൻ്റ് ചേട്ടൻ്റെ ഫോട്ടോ എന്നാണ്. അപ്പോൾ ഈ സ്കൂള് അന്വേഷണം ചെയ്യുമ്പോഴാണ് അത് അവിടുന്ന് മാറ്റിയിട്ടുള്ളത്. അതുവരെയ്ക്കും ഞങ്ങൾ ഓഫീസ് റൂമിലെ ക്ലോക്ക് വിൻസെൻ്റ് ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് വെച്ചിട്ടുള്ള ക്ലോക്കായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ശാന്ത ടീച്ചറെ എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. കാരണം എൻ്റെ അമ്മ ഒരു ലീവ് വേക്കൻസിയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ശാന്ത ടീച്ചർ കുണ്ടന്നൂർ സ്കൂളിൽ. അപ്പോൾ അമ്മ ഇങ്ങനെ പറയണേക്കാം, ആറ്റത്തറ സ്കൂളിൽ ആറ്റത്തറ എന്നുള്ള ശാന്ത ടീച്ചറാണ് എൻ്റെ ലീവ് വേക്കൻസിയിൽ ഇരുന്നതെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ശാന്ത ടീച്ചറെ പണ്ടേ എനിക്ക് അറിയാമായിരുന്നു. കൂടാതെ ശാന്ത ടീച്ചർ കുറേ വർഷം ഗൾഫിലായിരുന്നു. ഒരുപാട് ടീച്ചേഴ്സ് ശാന്ത ടീച്ചർ ലീവ് വേക്കൻസിയിൽ ഇവിടെ മാറി മാറി ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ ശാന്ത ടീച്ചർ ഗൾഫിലെ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് വന്ന് ഇവിടെ ജോയിൻ ചെയ്തു. 1-ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. 1-ാം ക്ലാസ്സിൽ ഞാൻ 8 വർഷം 1-ാം ക്ലാസ്സിലായിരുന്നു കുണ്ടന്നൂർ സ്കൂളിൽ. അപ്പം ഞങ്ങൾ ഒരുമിച്ച് കോഴ്സ് കൂടാൻ പോകും. കോഴ്സ് ഉണ്ടായിരിക്കും, എരുപ്പട്ടി സ്കൂളിലാണ് കോഴ്സ് ഉണ്ടായിരിക്കുക, ക്ലസ്റ്ററും കോഴ്സൊക്കെ. അപ്പം ഞങ്ങൾ 2 ആളാണ് കൂട്ട്. 1-ാം ക്ലാസ്സിൽ ഞാൻ ശാന്ത ടീച്ചറാണ് കൂട്ട്. അന്ന് ഗൾഫിൽ നിന്ന് വന്ന സമയമാണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ എന്നോട് ഇങ്ങനെ പറയും. ഇൻ്റർവെല്ലിൻ്റെ സമയത്തും പിന്നെ കോഴ്സിൻ്റെ ഓരോ പ്രവർത്തനങ്ങളുടെ ഇടവേളകളിലും ഒക്കെ ഞങ്ങൾ 2 ആളും ഭയങ്കര കൂട്ടായിരുന്നു. കാരണം മുൻ പരിചയമൊന്നും ഇല്ലെങ്കിലും കൂടി അമ്മ പറഞ്ഞു തന്നുള്ള അറിവിലുള്ള പരിചയം മാത്രമാണുള്ളത്. എന്തോ ആകട്ടെ, എൻ്റെ ഒരു ചേച്ചിയെ പോലെ തന്നെയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കോഴ്സ് കൂടി. എനിക്ക് നല്ല ഇഷ്ടമുള്ളതാണ് ശാന്ത ടീച്ചറുടെ കണ്ണുകൾ. അപ്പം ഞങ്ങളിങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ കോഴ്സൊക്കെ കൂടാറുണ്ട്. ഒരുപാട് വിശേഷങ്ങൾ ശാന്ത ടീച്ചർ പറയാറുണ്ട്. ഇവിടെ വന്നിട്ട് അധ്യാപകരെ ഭാഗത്തു നിന്നും ശാന്ത ടീച്ചറെയും വിൻസെൻ്റ് ചേട്ടനെയും പറ്റിയിട്ട് ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റി. ഈ അവസരത്തിൽ നമ്മുടെ ശാന്ത ടീച്ചർക്കും വിൻസെൻ്റ് ചേട്ടനും സ്വർഗീയ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ ഇരിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്കറിയാം, എല്ലാവർക്കും ഓർമ്മകളിൽ നിന്ന് ഒരു പിടിയെങ്കിലും ഇവിടെ പറയാനുണ്ടാവുമെന്നറിയാം. നമുക്ക് സമയക്കുറവ് മൂലം നമ്മളത് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് ഊഹിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് അച്ഛൻ പറഞ്ഞു, വിൻസെൻ്റ് ചേട്ടനുണ്ടെങ്കിൽ പള്ളിയുടെ ഹോൾ നിർമ്മാണത്തിലായാലും ദേവാലയ നിർമ്മാണത്തിലായാലും വളരെ സുഗമമായിരുന്നേനെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ പ്രതീകമായിട്ട് അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു ചെറിയ എളിയ ഒരു കവറ് പള്ളി വികാരി അച്ഛന് ആളൂർ കിഴക്കോട്ട് ഫ്രാൻസിസ് ഫാമിലിയുടെ ഭാഗമായിട്ട് ബാബുചേട്ടനും മേക്കാട്ടുകുളങ്ങര മാത്യു തങ്കമ്മ കുടുംബാംഗങ്ങളുടെ ഭാഗമായിട്ട് MM പോളിയും കൂടി അച്ഛനെ ഈ സമയത്ത് കൈമാറുകയാണ്. അതുപോലെ തന്നെ ശാന്ത ടീച്ചർ ഈ സ്കൂളിന് വേണ്ടി ചെയ്യാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടാവും എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഒരു ചെറിയ ഒരു കവർ നമ്മുടെ HM-ന്, നിലവിലെ HM ഇപ്പോഴത്തെ HM-ന് ആളൂർ
കിഴക്കോട്ട് ഫ്രാൻസിസ് ഫാമിലിക്ക് വേണ്ടി ബാബുചേട്ടനും മേക്കാട്ടുള്ള മാത്യു തങ്കമ കുടുംബാംഗത്തിന് വേണ്ടി പോളിച്ചേട്ടനും കൂടി കൈമാറുന്നു. സ്നേഹമുള്ളവരെ, ഈ വേർപാടിൻ്റെ ഓർമ്മയുടെ ദിവസം നിർമ്മാണത്തിലേക്കും സ്കൂളിലേക്കും ഔദാര്യമായി നൽകിയ സംഭാവനയ്ക്ക് കുടുംബാംഗങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി സ്കൂളിൻ്റെ പേരിലും കൈക്കാരന്മാരുടെയും പള്ളി യോഗത്തിൻ്റെ പേരിലും അറിയിക്കുന്നു. നമുക്കിനി ഇനിയുള്ള അനുസ്മരണം നമുക്കിതിലൂടെ അവരുടെ പേര് നമുക്കിതിലൂടെ കാണാം. അത് നിർമ്മിച്ചത് നമുക്കറിയാം. ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞ 2-3 വ്യക്തിത്വങ്ങളുണ്ട്. ഫാദർ ഷൈജു അച്ഛൻ, അതുപോലെ ശാന്ത ചേച്ചിയുടെ ബ്രദറായ ജോളി. ഇതിൻ്റെ ആദ്യ ഭാഗങ്ങൾ ജോളി ചേട്ടൻ അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തതാണ്, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ ബാക്കിയുള്ള നമ്മുടെ ഈ സഹോദരൻ നൽകിയതാണ്. പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ആളൂർ കിഴക്കോട്ട് ഫ്രാൻസിസ് ഫാമിലിയുടെ പേരിലും മേക്കാട്ടുള്ള മാത്യു തങ്കമ്മ ഫാമിലിയുടെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. பரலோகமே என் சொந்தமே என்று காண்பேனோ, பரலோகமே என் சொந்தமே என்று காண்பேனோ, என் இன்ப இயேசுவை நான் என்று காண்பேனோ, என் இன்ப இயேசுவை நான் என்று காண்பேனோ, பரலோகமே என் சொந்தமே என்று காண்பேனோ. பசித்தாகம் மனத்துயரம் அங்கே இல்லை, வருத்தம் பசித்தாகம் மனத்துயரம் அங்கே இல்லை, விண்கிரீடம் வாஞ்சிப்பேன் விண்ணவர் பாதம் சேருவேன், விண்கிரீடம் வாஞ்சிப்பேன் விண்ணவர் பாதம் சேருவேன், பரலோகமே என் சொந்தமே என்று காண்பேனோ, பரலோகமே என் சொந்தமே என்று காண்பேனோ, என் இன்ப இயேசுவை நான் என்று காண்பேனோ, என் இன்ப இயேசுவை நான் என்று காண்பேனோ, பரலோகமே என் சொந்தமே என்
என்று காண்பேனோ ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ലത്തെല്ലുമേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു തുറങ്ങുവാൻ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റേന്നു പമോണർന്നിടാ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്തു പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. നമ്മൾ വീണ്ടും കണ്ടുമുട്ടി. അതെ, ഇനി നമുക്ക് ഒരുമിച്ച് നടക്കാം.